ഞാൻ ജോലിക്ക് പോയി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ വീടെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയത് പോരാ, ഇനിയും എത്ര കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകളുള്ളൊരു സമയത്ത്, അത് ഡോക്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. കൊള്ളരുതായ്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇതുപോലെയുള്ള ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. എന്നിരുന്നാൽ പോലും അതിനേക്കാളൊക്കെ ഒരു പടി മുകളിലാണ് ഈ പറയുന്ന കൊള്ളരുതായ്മകൾക്ക് വേണ്ടി അല്ലെ സ്വന്തം കേസ് വെറുപ്പിക്കാനായിട്ടിരിക്കുന്ന ആളുകൾ. ആ ഡോക്ടർ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇത് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ ജോലി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് ഫീസ് 500, 300, 400 ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് വേണം മേടിക്കാം. കാരണം അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, HOD ആണ്. അതുപോലും ചെയ്യാതെ അദ്ദേഹം ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഒരു പ്രശ്നം മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രിയും പാർട്ടിയിലുള്ള പല ആളുകളും നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ എതിർത്ത് പറഞ്ഞതുകൊണ്ടാണ് അല്ലേ? നമ്മുടെ പാർട്ടിയെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ കൊന്നുകളയും എന്നുള്ളൊരു ധാർഷ്ട്യമാണ് നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണുന്നത്. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ.